So we'll make a quick revision, okay? പക്ഷെ ഇന്നിപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് റിവൈസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമ്മൾ ഇന്നൊരു പുതിയ സെക്ഷനാണ് തുടങ്ങുന്നത്, ഗ്രാഫ്സ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഡിഫറൻസ് പഠിച്ചു. പിന്നെ നമ്മൾ വെക്ടേഴ്സ് ആൻഡ് സ്കെയിലേഴ്സ് പഠിച്ചു. Vectors and scalars means just we mentioned what's a vector, what's a scalar. Vectors in the case നമ്മൾ examples പഠിച്ചു, displacement and velocity. Scalars in the case we studied an example, distance traveled and speed, temperature, all these. Then we went to you can see 2 points A and B here. Okay, so this is the displacement S and this is the distance traveled. Distance traveled can be in any number of ways in the padichu, and displacement is the straight line. Okay, within that enikku oru video doubt vannathu chodichadu. Okay, then we talked about speed and velocity. Adu rendum thammilulla relationship, we established a relationship between speed and velocity. Then uniform velocity, then average speed and average velocity. Then we solved some problems, okay, some conceptual problems. Okay, then acceleration. Uniform acceleration means acceleration is the same all the time. Adu padichu. Then uniform acceleration the definition padichu. Time മാറുന്നതനുസരിച്ച് എത്ര ചെറിയ ടൈം ആണെങ്കിലും, however small these intervals may be, the acceleration remains the same. പിന്നീട് നമ്മൾ ഒരു കമ്പാരിസൺ പഠിച്ചു, യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. Then we went to another problem, then another problem. So we will solve some of these problems again, okay, in future. Okay, means in the next class. പിന്നീട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് പറഞ്ഞു. V equals u plus at. നിങ്ങൾ 3 ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഡെറിവേഷൻ വേണം എന്നുള്ളവർക്ക്, അറിയണം എന്ന് നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ യു ക്യാൻ ലൈക്ക് റെഫർ ടു യുവർ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക്. 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. ഇതിന്റെ ആവശ്യമില്ല. യു ജസ്റ്റ് കവർ വാട്ട് എവർ ഐ സേ. ഓക്കെ, 3 ഇക്വേഷൻ പഠിച്ചു. V equals u plus at, S equals ut plus half at square, V square equals u square plus 2as. ഇതിന് കോംപ്ലിക്കേറ്റഡ് നൊട്ടേഷൻസ് ഒക്കെ വെക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില ബുക്സ് ഒക്കെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് എസിന് പകരം x2 minus x1 എന്നൊക്കെ എഴുതിയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ എഴുതാം, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. യു ക്യാൻ സോൾവ് യുവർ പ്രോബ്ലംസ്. ഓക്കെ, നമ്മളിപ്പം എന്താ പറയുന്നത്, UGC നെറ്റ് പോലെയോ ഗേറ്റ് പോലെയുള്ള എക്സാംസ് ഒന്നും അല്ല നമ്മൾ എഴുതുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിക്കും. ഇതെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരുന്ന ഒരു ഷീറ്റാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പേര് ചെയ്തിട്ടില്ലായിരിക്കും. ഓക്കെ, കാരണം നമ്മുടെ ക്ലാസ്സിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ട്. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ അതൊക്കെ തന്നെയാണ് ഏകദേശം റിവൈസ് ചെയ്തത്. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടിയെന്ന് ആരോ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് റിവൈസ് ചെയ്ത് പോയി, ടു മേക്ക് യു കംഫർട്ടബിൾ. സോ ആർക്കെങ്കിലും സ്പീഡ് കൂടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ റെക്കോർഡിംഗ് ഓഫ് ദിസ് ക്ലാസ്. അപ്പൊ നിങ്ങളത് റിവൈസ് ചെയ്താൽ മതി. റിവൈസ് ചെയ്തിട്ട് സംശയമുള്ള പോയിന്റ് ആ ടൈം ഫ്രെയിം നോക്കിയിട്ട് എത്ര സമയത്താണ് ആ സംശയമുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഒരു മെൻഷൻ ചെയ്തിട്ട് എന്നോട് സംശയം ചോദിച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ സെക്കൻഡ് ടൈം റിവൈസ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഒരു സർക്കുലർ മോഷൻ പറഞ്ഞു, πr² ആണ് സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞു, 2πr ആണ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞു. പിന്നെ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ റിവൈസ് ചെയ്തത്. അതേ സ്ലൈഡ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്, കുറച്ച് എക്സ്ട്രാ സ്ലൈഡ്സ് ഇട്ടുന്നേ ഉള്ളൂ. ഇത് നിങ്ങളുടെ നോട്ട്സിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച്
it is actually completely related. പക്ഷേ നിങ്ങൾക്ക് even if today is your first day, don't worry about that, okay? അപ്പോൾ നമ്മൾ ഗ്രാഫ്സ് ഇൻ ഫിസിക്സ്, ഓക്കെ, നമ്മൾ ഗ്രാഫ്സിനെ നിങ്ങൾ ഒരിക്കലും ഗ്രാഫ് പഠിച്ചിട്ടില്ല എന്നുള്ള അസംഷനിലാണ് ഞാൻ ഗ്രാഫ്സ് കൊണ്ടുവരുന്നത്. പിന്നീട് ഫിസിക്സ് ടഫാണ്, ഫിസിക്സ് അങ്ങ് വിട്ടിട്ട് ഞാൻ ജയിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ there is another problem waiting for you, that is mathematics, okay? അപ്പോൾ നിങ്ങളുടെ ഫിസിക്സിന്റെ 32 മാർക്കും you have to forget about that, and then mathematics നിങ്ങൾ അതോടൊപ്പം തന്നെ, കാരണം ഫിസിക്സ് പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റത്തില്ല, ഓക്കെ? അപ്പോൾ അതുകൊണ്ട് ദീസ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 32 മാർക്കിന്റെ ഒരു ഡെസിഷനാണ് നിങ്ങൾ എടുക്കുന്നത്. സോ ലേൺ ദിസ്, ഓക്കെ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫിസിക്സ് പറയുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ഫണ്ടമെന്റൽസോടെ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു നോ ദോസ് തിങ്സ്, ഓക്കെ? അപ്പോ ഗ്രാഫ്സ്, ഇത് നമ്മൾ നീലയും പിന്നീട് ചുവപ്പുമായിട്ടുള്ള ഗ്രാഫ് പേപ്പർ നമ്മൾ സ്കൂളിൽ കണ്ടിട്ടുണ്ട്, ഓക്കെ? മീൻസ് 7th, ഞാനൊക്കെ ഗ്രാഫ് പഠിക്കുന്ന 7ാം ക്ലാസ്സിലോ മറ്റോ ആണ്, ഓക്കെ? അപ്പൊ ഗ്രാഫ് പഠിക്കുമ്പോഴത്തേക്ക് അവിടെ ഇത് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആക്സിസ് കാണും, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ആക്സിസ് കാണും. ഈ ആക്സിസിന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ ആക്സിസിന് നമ്മൾ എക്സ് ആക്സിസ് എന്നും ഈ ആക്സിസിന് നമ്മൾ വൈ ആക്സിസ് എന്നും ഒക്കെ പേരിട്ട് വിളിക്കും, ഓക്കെ? അപ്പൊ എന്ത് തന്നെയാണ്, എന്നിട്ട് നമ്മൾ ഇതിനെ ക്വാഡ്രന്റ് എന്നൊക്കെ പറയും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്നിങ്ങനെ നമ്മൾ പറയും, ഓക്കെ? അപ്പൊ എന്താണെങ്കിലും ശരി, നമ്മുടെ ഗ്രാഫിന് നമുക്കിപ്പോ നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ച് പഠിക്കുകയാണ്, ഓക്കെ? അതിന് ഇവിടെ ഞാൻ ഒറിജിൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് വയ്ക്കും. ദാറ്റ് പോയിന്റ് ഈസ് കമ്മിങ് ഹിയർ, ഓക്കെ? അപ്പൊ ഇതിന്റെ ബാക്കി ക്വാഡ്രന്റ്സ് എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ഊഹിച്ചോളണം, ഓക്കെ? അപ്പൊ അതിനകത്ത് ഞാനിപ്പോ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഐ എം ടേക്കിംഗ് ദിസ് ആസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ആസ് വൈ ആക്സിസ്, ഓക്കെ? ഇനി ഞാൻ ഇവിടെ എക്സ് എന്ന് ഞാനൊരു പേര് പറയും. ദാറ്റ് പേര് ഈസ് ദാറ്റ് നെയിം ഈസ് an independent variable, okay? An independent variable, okay? പിന്നെ വേറൊരു വേരിയബിൾ ഉണ്ട്, ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് ഒരു എക്സാമ്പിൾ ഫിസിക്സ് പഠിക്കുന്ന ഒരാളുടെ അടുത്ത് ഇപ്പൊ നമ്മുടെ പേർപ്പസിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടൈം എന്ന് പറയുക, ഓക്കെ? ടൈം എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യണ്ട, ടൈം വിൽ വേരി, ഓക്കെ? യൂണിവേഴ്സിൽ ദാറ്റ്സ് എ റിയാലിറ്റി, ഓക്കെ? ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴാണ് നിങ്ങളുടെ ടൈമിന്റെ സ്റ്റാർട്ട് എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ 1 സെക്കൻഡ് വരും, 2 സെക്കൻഡ് വരും, 3 സെക്കൻഡ് വരും, 4 സെക്കൻഡ് വരും. യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്, ഓക്കെ? അപ്പൊ അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ഉള്ള ചില വേരിയബിൾസിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ്, ദാറ്റ് വേരിയബിൾ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ യു, ഓക്കെ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിളിനെയാണ് നമ്മൾ വൈ ആക്സിസിൽ വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ ഇനി ഫിസിക്സിലോട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാനുള്ള പവർ ഉണ്ട്. സപ്പോസ് ഒരു കല്ല് ഉരുട്ടിക്കൊണ്ട് നടക്കാനുള്ള, സപ്പോസ് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു കല്ല് വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ട് നടക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് വിചാരിക്കുക, ഓക്കെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കല്ല് ഇവിടെ 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ ഇങ്ങനെ ഞാൻ ഡിസ്റ്റൻസ് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ടൈമിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് ആരുമേലുടെ നിങ്ങൾക്ക് കൺട്രോൾ ഉള്ളത്. ആ ടൈം അനുസരിച്ച് ഈ കല്ല് മൂവ് ചെയ്യണമോ, പതുക്കെ മൂവ് ചെയ്യണമോ, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണമെന്ന് അറിയാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ദാറ്റ് മൂവ്മെന്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ യു. So this is the dependent variable. ഇനിയിപ്പോൾ ഞാൻ എക്സാമ്പിൾ എഴുതും, ഓക്കെ? എക്സാമ്പിൾ എഴുതുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ സാധാരണ 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 4 മീറ്റേഴ്സ് ഞാൻ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. അതാണ് എനിക്ക് ആ പാർട്ടിക്കിളിന്റെ മേലെ എനിക്കുള്ള ഒരു കൺട്രോൾ, ഓക്കെ? അപ്പൊ നമുക്ക് എത്ര അപ്പൊ ഇതിനെ നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നിങ്ങൾ യു ഗോ ബാക്ക് ടു യുവർ സ്കൂൾ ഡേയ്സ്, ഓക്കെ? ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സിനും വൈക്കും വാല്യൂ വേണം. അപ്പൊ എക്സിന് ഞാൻ depend is an independent variable which can be anything that varies by itself, okay? അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ അത് വേരി ചെയ്യുന്നു. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കൺട്രോൾ, എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ
വൈക്ക് ഒരു വാല്യൂ വരുന്നതിനാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്, ഓർ യു ഹാവ് സം കൈൻഡ് ഓഫ് കൺട്രോൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എഴുതി വെക്കുന്നു 1 മീറ്റർ. ഞാനിപ്പോ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഓക്കെ, 2 meters, 3 meters, 4 meters, 5 meters. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് വരിക. എക്സ് വൈയുടെ ഇത് നമ്മളെ സ്കൂളിൽ ഇട്ടതാണ്. എക്സ് വൈ എന്ന് ഇവിടെ എഴുതി വെക്കും, ഇവിടെ എക്സ് വൈ എന്ന് എഴുതി വെക്കും, ഇവിടെ എക്സ് വൈ എന്ന് എഴുതി വെക്കും, ഇവിടെ എക്സ് വൈയുടെ വാല്യൂ എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 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 ഒരു ലൈൻ ഇട്ടങ്ങ് ജോയിൻ ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി ആർക്കും ഈ ഗ്രാഫ് എന്നുള്ള കാര്യത്തിൽ സംശയം വരരുത്. ഓക്കെ, ഞാൻ ലൈക്ക് വി ആർ റിഫ്രഷിങ് എവരിതിങ്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ചോദിക്കും ഞാൻ ഈ വാല്യൂ ഒക്കെ എടുത്ത് അഴിച്ചു കളഞ്ഞു. ഓക്കെ, ഞാൻ മടിയനായ ഒരാളുടെ കയ്യിൽ ഈ കല്ല് കിട്ടിയാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, ഹി വിൽ ഡു നത്തിങ്. ഓക്കെ, അപ്പോ അയാൾ കല്ലും വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സപ്പോസ് ഈസ് ഫേസ്ബുക്ക് നോക്കിയിരിക്കുകയാണ്, അവനൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ചെയ്യുന്നത്, ലെറ്റ് മീ റൈസ് ദിസ് വൺ സോ ദാറ്റ് ഓക്കെ, സോ ഞാൻ ഇതിനെ അഴിക്കുന്നു. ഓക്കെ, now I am going to 1 മീറ്ററിൽ തന്നെ 1 സെക്കൻഡായി, 2 സെക്കൻഡായി, 1 സെക്കൻഡിൽ 1 മീറ്ററിൽ ഇരിക്കുന്നു. ഞാനിവിടെ വാല്യൂസ് എഴുതാണ്. ഒരു സെക്കൻഡിൽ, സോറി, 1 സെക്കൻഡിൽ അത് 1 മീറ്ററിൽ ഇരിക്കുന്നു. രണ്ടാമത്തെ സെക്കൻഡിലും 1 മീറ്ററിൽ ഇരിക്കുന്നു. മൂന്നാമത്തെ സെക്കൻഡിലും 1 മീറ്ററിൽ ഇരിക്കുന്നു. നാലാമത്തെ സെക്കൻഡിലും 1 മീറ്ററിൽ ഇരിക്കുന്നു. അഞ്ചാമത്തെ സെക്കൻഡിലും 1 മീറ്റർ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? വി വിൽ ഗെറ്റ് ദ പോയിന്റ്സ് ഹിയർ, റൈറ്റ്? നമുക്ക് ഇങ്ങനെ പോയിന്റ്സ് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളും പോകണം. എന്താണ് പോകേണ്ടത്? ടൈം മാറുന്നു, അതനുസരിച്ച് പൊസിഷൻ മാറുന്നില്ല. ഓക്കെ, അത് 1 മീറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാനിപ്പോ 1 മീറ്റർ, മടിയനായ ഒരാളുടെ കല്ല് കൊടുത്തു കഴിഞ്ഞാൽ 1 മീറ്ററിലല്ല അത് ഇരിക്കുന്നത്, 0 മീറ്ററിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 0 മീറ്ററിൽ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടെ ഇങ്ങനെ വരച്ചു വയ്ക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈമിലും 0 മീറ്ററിലാണ്. അപ്പോ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് ആ കല്ലിന്റെ ഗ്രാഫ്, പൊസിഷൻ ഗ്രാഫ് നമ്മുടെ എക്സ് ആക്സിസിന്റെ മുകളിൽ തന്നെ ഇരിക്കും, അല്ലെ? അല്ലെന്നുണ്ടെങ്കിൽ y = 0 മീറ്റേഴ്സ് എന്ന് പറയുന്ന വാല്യൂവിൽ ഇരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു മടിയനല്ലാത്ത ആളാണ്. സോ ഐ ഡിഡ് സം വർക്ക്. ഓക്കെ, ഞാൻ ഇതിനെ 0 മീറ്ററിൽ നിന്ന് 2 മീറ്ററിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് വെച്ചു. എന്നിട്ട് ഐ എം ഹാൻഡിങ് ഓവർ ടു സംബഡി എൽസ്. ഓക്കെ, അപ്പൊ അയാള് മടിയനാണ്. അപ്പൊ എന്ത് ചെയ്യും? ഹി വിൽ ഡു നത്തിങ്. ഓക്കെ, ഹി വിൽ ഡു നത്തിങ് എന്ന് പറയുന്നത് കല്ലിപ്പ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത പൊസിഷൻ എവിടെയാണ്? 2 മീറ്റർ എന്ന് പറയുന്ന പൊസിഷനിൽ വെച്ച് ഐ ഹാൻഡ് ഇറ്റ് ഓവർ ടു ഹിം. ഓക്കെ, അവൻ എന്താ ചെയ്യുന്നത്? ടൈം മാറുന്നതനുസരിച്ച്. അപ്പോ ഞാൻ എന്താ ചെയ്തത്? ഞാൻ 2 സെക്കൻഡ് കൊണ്ടാണ് ഞാൻ അവിടെ എത്തിയത്. രണ്ടാമത്തെ സെക്കൻഡിൽ കല്ല് എവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിരിക്കുന്നത് 2 മീറ്ററിൽ. ഓക്കെ, മൂന്നാമത്തെ സെക്കൻഡിൽ കല്ലിരിക്കുന്ന എവിടെ? 2 മീറ്ററിൽ. നാലാമത്തെ സെക്കൻഡിൽ കല്ലിരിക്കുന്ന എവിടെ? 2 മീറ്ററിൽ. അഞ്ചാമത്തെ സെക്കൻഡ് ഇരിക്കുന്ന എവിടെ? ഇവിടെ. അപ്പൊ ഞാൻ ഇതിനൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനിഷ്യലി, ഓക്കെ, ലെറ്റ് us make it. Okay, this is 0 meters, this is 1 meter, this is 2 meters, this is 3 meters, this is 4 meters. Okay, എന്നിട്ട് ഒന്നാമത്തെ സെക്കൻഡിൽ കല്ല് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, സോ രണ്ടാമത്തെ സെക്കൻഡിൽ കല്ല് ഇവിടെ എത്തി. സോറി, നമ്മുടെ ടൈം തുടങ്ങുന്ന 0 ടൈമല്ല. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കല്ല് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഒന്നാമത്തെ സെക്കൻഡിൽ കല്ല് 1 മീറ്റർ എത്തി. രണ്ടാമത്തെ സെക്കൻഡിൽ കല്ല് 2 മീറ്റർ എത്തി. മൂന്നാമത്തെ സെക്കൻഡിൽ കല്ല് അവിടെ ഇരിക്കുന്നു. നാലാമത്തെ സെക്കൻഡിലും കല്ല് അവിടെ ഇരിക്കുന്നു. അഞ്ചാമത്തെ സെക്കൻഡിലും കല്ല് അവിടെ ഇരിക്കുന്നു. അത് ഞാൻ ഗ്രാഫിൽ കാണിക്കുമ്പോൾ 0 സെക്കൻഡിൽ 0 പൊസിഷനിൽ y = കല്ലിന്റെ പൊസിഷൻ ഞാൻ ഇവിടെയാണോ ഇരിക്കുന്നത്, ഞാൻ 0 എന്ന് പറയുന്നു. ലെറ്റ് മീ റൈസ് ദിസ്. ഓക്കെ, ഇതങ്ങോട്ട് അഴിച്ചോളാം. ഓക്കെ, ഇനി വന്നിട്ട് കല്ലിന്റെ പൊസിഷൻ. ഓക്കെ, 0 ടൈമിൽ ഇവിടെ ഇരിക്കുന്നു.
1 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് 1 മീറ്റർ എത്തി, 2 സെക്കൻഡ് ആയപ്പോൾ രണ്ടാമത്തെ മീറ്ററിലെത്തി, പിന്നെ അത് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ മീനിങ്ങും മനസ്സിലായി. മീനിങ് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആര്, ടൈം. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ടൈം. ദെൻ അതിന്റെ ഡിപെൻഡന്റ് വേരിയബിൾ ആര്, ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് പൊസിഷൻ. ഓക്കെ, പൊസിഷൻ. ഓക്കെ, പൊസിഷൻ. എന്നിട്ട് ടേബിൾ ഉണ്ടോ ഉണ്ടാക്കണം. നമ്മൾ ഒന്നും അറിഞ്ഞിടാത്ത ആൾക്കാരാണ്. സോ നമ്മൾ സാധാരണ കുട്ടികൾ ചെയ്യുന്ന കണക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ എക്സ് ആക്സിലും ഡിപെൻഡന്റ് വേരിയബിളിനെ വൈ ആക്സിസിലും റെപ്രസെന്റ് ചെയ്യണം. വാല്യൂസ് എഴുതണം. വാല്യൂസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇവിടെ വാല്യൂസ് നമുക്കുണ്ട്. നമ്മുടെ 0 ടൈമിൽ 0 നിൽക്കുന്നു, 1 സെക്കൻഡിൽ 1 മീറ്ററിൽ നിൽക്കുന്നു, രണ്ടാമത്തെ സെക്കൻഡിൽ രണ്ടാമത്തെ മീറ്ററിൽ എത്തുന്നു, പിന്നെ എത്ര, 2, 2, 2. ഈ കാര്യം നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫിന്റെ ഫണ്ടമെന്റൽസ്. ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ വി ആർ ഗോയിങ് ടു സീ പൊസിഷൻ ടൈം, വെലോസിറ്റി ടൈം, ആക്സലറേഷൻ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗ്രാഫുകൾ കാണാൻ പോവുകയാണ്. അവിടെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ദിസ് വാസ് ലൈക്ക് നമ്മൾ റിഫ്രഷ് ചെയ്യായിരുന്നു നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ഗ്രാഫാണ് കാണുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കഥ എഴുതാൻ പറ്റണം. ഓക്കെ, ഒരു സിനേറിയോ you should be able to imagine. Okay, that means you should be able to explain that. ഇനി നിങ്ങൾക്ക് സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ, അതായത് ഇതുപോലൊരു കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഗ്രാഫിലേക്ക് ആക്കി മാറ്റാനുള്ള കഴിവുണ്ടാവണം. ഓക്കെ, ഇത് നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. Now we will go to the next slide. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഫിസിക്സ് വരുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. ഓക്കെ, അപ്പോൾ സോ the takeaway from this slide is independent variable, dependent variable, there is a relationship between them. ആ റിലേഷൻഷിപ്പിനെ ഒരു പേപ്പറിൽ എക്സ് ആക്സിസും വൈ ആക്സിസിലുമായിട്ട് നമ്മൾ മാറ്റിയിട്ട് ആ കോർഡിനേറ്റ്സിന്, ഇപ്പോഴാണ് ഞാൻ വേറൊരു പേര് പറയുന്നത്, ആ കോർഡിനേറ്റ്സ് എന്ന് പറയും. കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് എക്സ് വൈ എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കും. മാത്തമാറ്റിക്സുകാർക്കൊക്കെ ഉറക്കം വരും, ചിരി വരും. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, സോ എക്സ് വൈ എന്ന് നമ്മൾ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫിൽ കിട്ടുന്ന ഈ കുത്തുകളുണ്ടല്ലോ, ഈ സ്പോട്സ്. ഓക്കെ, എക്സ് ഒരു കറസ്പോണ്ടിങ്. അപ്പൊ ഇവിടെ ഈ പോയിന്റിലെ എക്സ് വാല്യൂ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് ഇങ്ങനെ വരും. ഇതാണ് ഈ പോയിന്റിലെ എക്സിന്റെ വാല്യൂ, ഇതാണ് ഈ പോയിന്റിലെ വൈയുടെ വാല്യൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ പോയിന്റിലെ എക്സിന്റെ വാല്യൂ, ഇതാണ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിന്റെ വാല്യൂ. കാരണം വെച്ചാൽ ഇവിടെ എക്സ് ആക്സിസിൽ ടൈം ആണ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, എന്നിട്ട് ഇവിടെ 2. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ടാബുലർ കോളം, ഈ ഗ്രാഫിൽ നിന്ന് ടാബുലർ കോളത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ അങ്ങനെ വരും. ഓക്കെ, ഇനി ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞേക്കാം. ഓക്കെ, അതാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലോപ്പ് എന്ന് ഓക്കെ, ലെറ്റ് us put one more page. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടി. ഈ സ്ലോപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ചിലപ്പോൾ അവർ ഒരു കളിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചോളെ. അപ്പൊ നമ്മുടെ എക്സ് ആക്സിസ് ഉണ്ട്, then you have a y axis, right? So then you have, okay, let us take this case. Okay, there is a lazy person and there is an active person. So this is the area of the active person, this is the area of the lazy person. Okay, അപ്പോ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് കൂടെ പഠിക്കാനുള്ളത് കൊണ്ട് യു മസ്റ്റ് നോ വാട്ട് ഈസ് സ്ലോപ്പ്. ഓക്കെ, ഇനി മാത്തമാറ്റിക്സ് ഇല്ലാത്തൊരു പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്, ഞാൻ പഠിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. ബട്ട് യു വിൽ ബി റിസ്കിങ് 32 മാർക്സ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ സ്ലോപ്പ് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ സ്ലോപ്പ് മാത്തമാറ്റിക്സ് ഇത് ഞാൻ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് dy/dx എന്ന് ഞാൻ അങ്ങനെ വായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്കറിയാം ഇതിനകത്ത് നിന്ന് ഒരു നോൺ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്ക് ഒന്നും മനസ്സിലാവാൻ വഴിയില്ല. മനസ്സിലാവുന്ന എനിക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഐ വിൽ കോൾ ഇറ്റ് ആസ് dy/dx. ഓക്കെ,
ഇനി എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതും. അപ്പൊ ചിലർക്കൊക്കെ എന്തെങ്കിലും മനസ്സിലാവും. ഓക്കെ, ഇനി എനിക്ക് കുറച്ചും കൂടെ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്നെഴുതും. ഓക്കെ, ഇനിയും അത് സിമ്പിൾ ആക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ എന്നെഴുതും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി വരുന്നുണ്ടാവും. ഓക്കെ, ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ y2 എന്നെഴുതും. എന്നിട്ട് ഇവിടെ ഞാൻ y1 എന്നെഴുതും. ഓക്കെ, എന്നിട്ട് അതിനെ 1 മീറ്റർ എന്നും പറയും, ഇതിനെ 2 മീറ്റർ എന്നും പറയും. ഓക്കെ, അതായത് എന്നിട്ട് ഇവിടെ ഞാൻ ഇവിടെ വന്നിട്ട് 1 സെക്കൻഡ് എന്ന് എഴുതും. ഇവിടെ ഞാൻ വന്നിട്ട് 2 സെക്കൻഡ്സ് എന്ന് എഴുതും. ഇവിടെ വന്നിട്ട് 3 സെക്കൻഡ്സ് എന്ന് എഴുതും. ഇവിടെ വന്നിട്ട് 4 സെക്കൻഡ്സ് എന്ന് എഴുതും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി കാണും. ഓക്കെ, അപ്പൊ y2 മൈനസ് y1. അപ്പൊ ഇത് ഞാൻ ഈ കോർഡിനേറ്റ്സിന് ഒരു വാല്യൂ ഉണ്ട്. കോർഡിനേറ്റ് എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കോർഡിനേറ്റിന് ഒരു വാല്യൂ ഉണ്ട് 1 1. ഓക്കെ, എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 1. ഈ കോർഡിനേറ്റിന് ഒരു വാല്യൂ ഉണ്ട്. എന്താ വരുന്നത്? എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 2. ഈ പോയിന്റിന് ഒരു വാല്യൂ ഉണ്ട്. അതെന്താണ്? എക്സിന്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 2. ഇവിടെ ഈ കോർഡിനേറ്റ് ഇതിനും ഒരു വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് എക്സിന്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ 2. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് മാത്തമാറ്റിക്സ്, ഇത് സാധാരണ മനുഷ്യ ജീവിതം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇന്റർവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ഓക്കെ 2 പോയിന്റ് വേണം. കാരണം y2നും y1നും വാല്യൂ വേണം. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിലെ സ്ലോപ്പ് എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ 2 പോയിന്റ്സിന് ഇടയ്ക്കുള്ള സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുകയാണ്. ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ലെറ്റ് മീ ചേഞ്ച് ദ കളർ ഗ്രീൻ. ഓക്കെ, ഈ ട്രയാങ്കിൾ ഗ്രീൻ ആയില്ലേ? ഓക്കെ, സോ ഈ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. ഇനി ഈ പച്ചയുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ y1 ആണ് അല്ലേ? ദിസ് ഗ്രീൻ ഈസ് ആക്ച്വലി ദിസ്. ഓക്കെ, അപ്പൊ എനിക്ക് y2 മൈനസ് y1 എടുക്കാമല്ലോ, എടുക്കാം. അപ്പൊ ഞാൻ y2 മൈനസ് y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈയുടെ വാല്യൂ 2 മൈനസ് ഈ വൈയുടെ വാല്യൂ 1 എന്നാണ്. ദാറ്റ് ഈസ് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ, വളരെ സിമ്പിൾ. ഓക്കെ, ഇനി ഞാൻ എക്സിന്റെ വാല്യൂ എടുക്കണം. ഇവിടത്തെ എക്സിന്റെ വാല്യൂ എത്ര? താഴോട്ട് വന്നാൽ മതി. താഴോട്ട് വന്ന് എവിടെയാണോ മുട്ടുന്നത് അതാണ് എക്സിന്റെ വാല്യൂ. താഴോട്ട് വന്ന് എവിടെയാണോ മുട്ടുന്നത് അതാണ് വൈയുടെ വാല്യൂ. അവിടെ ഞാൻ 2 മൈനസ് 1 എന്ന് തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, സോ y2 മൈനസ് y1 എന്ന് പറഞ്ഞ് ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 1 by 1. ഇറ്റ് ഈസ് സ്ലോപ്പ് ഈക്വൽസ് 1 എന്ന് വരും. ഓക്കെ, സ്ലോപ്പ് ഈക്വൽസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേഞ്ച് ഇൻ എക്സും ചേഞ്ച് ഇൻ വൈയും ഈക്വൽ ആണെന്നാണ് അവിടെ അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലോപ്പിന് ഒരു വാല്യൂ കിട്ടി. അപ്പൊ സ്ലോപ്പ് ഈക്വൽസ് 1. അപ്പോൾ സ്ലോപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ y ആക്സിസിന്റെ വാല്യൂ ഡിഫറൻസ് എടുക്കുക, x ആക്സിന്റെ വാല്യൂന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, then you will get it as slope. സ്ലോപ്പ് 1ന് വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് കിട്ടി. സ്ലോപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ വാല്യൂവിന് എന്താ പറയുക? y2 മൈനസ് y1 ഇതിന്റെ x2 മൈനസ് x1 ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ആയതുകൊണ്ട് അത് 1 വന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ സ്ലോപ്പ് 1 ആയിട്ടുള്ള ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിഞ്ഞിരിക്കും എന്ന് ആദ്യം മനസ്സിലാക്കുക. അത്രയെങ്കിലും ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ചരിയാത്ത ഒരു
ദർ ഈസ് നോ സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു സ്ലോപ്പ് ഇല്ലാത്തൊരു ലൈനും ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ യു നീഡ് 2 പോയിന്റ്സ്. അത് എത്രയെങ്കിലും അടുത്തിരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പോയിന്റിനും ഈ പോയിന്റിനും ഇടയ്ക്കുള്ള സ്ലോപ്പ് എത്ര എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സ്ലോപ്പ് ഈസ് വാട്ട്. അപ്പൊ അവിടെ കണ്ടുപിടിക്കാൻ സ്ലോപ്പിന് ഒറ്റ ഫോർമുലേ ഉള്ളൂ. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ dy/dx എന്ന് പറയാം, Δy/Δx എന്ന് പറയാം, ചേഞ്ച് ഇൻ y വാല്യൂ ബൈ ചേഞ്ച് ഇൻ x വാല്യൂ എന്ന് പറയാം, മാത്തമാറ്റിക്കലി y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയാം, ഓർ ഫിസിക്കലി ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് എ ബോഡി ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച്. ഓക്കെ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്താ പറയാം, ഇവിടെ വരുമ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ y2 മൈനസ് y1. ഇവിടുത്തെ y2 എത്രയാണ്? 2 തന്നെയല്ലേ. ഇവിടുത്തെ y1 എത്രയാണ്? 2 തന്നെയാണ്. ഓക്കെ, കാരണം സ്ലോപ്പ് കാണാൻ തന്നിരിക്കുന്ന പോയിന്റിൽ നിന്ന് ഇടതേക്ക് വരയ്ക്കുക. ഓക്കെ, ഇടതേക്ക് വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദിസ് സിറ്റുവേഷൻ ഡ്രോ എ ലൈൻ ടുവേഴ്സ് യുവർ ലെഫ്റ്റ്. എവിടം വരെ വരയ്ക്കണം? നിങ്ങൾ y ആക്സിസിൽ വന്ന് മുട്ടുന്നത് വരെ വരയ്ക്കണം. ഓക്കെ, വരച്ചു. അപ്പൊ എനിക്ക് 2 കിട്ടി. x2 മൈനസ് x1. x2 എന്ന് പറയുന്നത് രണ്ടാമത്തെ x വാല്യൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രയെങ്കിലും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ടൈമിന്റെ രണ്ടാമത്തെ വാല്യൂ ആണ് 4. ടൈമിന്റെ രണ്ടാമത്തെ വാല്യൂ ആണ് 3. ഈക്വൽസ് 0/1. ഓക്കെ, സ്ലോപ്പ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ ഇതിന് നിങ്ങൾ മലയാളത്തിൽ സ്ലോപ്പ് ഈസ് നോട്ട് ദെയർ. ഓക്കെ, സ്ലോപ്പ് ഈസ് 0. സ്ലോപ്പ് ഈസ് നോട്ട് ദെയർ ഓർ സ്ലോപ്പ് ഈസ് 0 എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ സ്ലോപ്പ് 0 ഉള്ള ഒരു ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ എന്ത് വരും? അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0. ഇതിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് ഇൻഫിനിറ്റി എന്ന് പറയാം ഓർ അൺഡിഫൈൻഡ് എന്ന് പറയാം. ഓക്കെ, അൺഡിഫൈൻഡ് ഓർ ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് 3 സ്ലോപ്പുള്ള കേസുകൾ കിട്ടി. നമുക്കൊരു ലൈൻ ഇങ്ങനെ വരച്ചാൽ സ്ലോപ്പ് എന്താവും, ഇങ്ങനെ വരച്ചാൽ സ്ലോപ്പ് എന്താവും, ഇങ്ങനെ വരച്ചാൽ സ്ലോപ്പ് എന്താവും. ഓക്കെ, ഈ 3 സ്ലോപ്പ് വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് പോകാം. ഓക്കെ, ഓക്കെ, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഇത് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ദിസ് ഈസ് ദ തിങ് വി ഡെൽറ്റ് വിത്ത് ദ പ്രീവിയസ് ക്ലാസ്സസ്. ഓക്കെ, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, അപ്പോ ഇവിടെ എന്തൊക്കെ ഉണ്ടാവണം? കോൺസെപ്റ്റ്, there should be an independent variable, there should be a dependent variable, there should be an x-axis, there should be a y-axis. Okay, ഇത് ഞാൻ വളരെ പെട്ടെന്ന് വരച്ചു പോകും because I explained all these things in the previous class. Okay, situation എന്താണ്? Situation, you have a rock here and time 0, time 1 second, time 2 seconds, time 3 seconds, time 4 seconds. Okay, ഒരാള്, there is a person here who is pushing this and then you get a value for this. Okay, അപ്പൊ എനിക്ക് കിട്ടുന്ന വാല്യൂ സപ്പോസ് 0 ടൈം ഞാൻ എഴുതി വെക്കുന്നു. 0 ടൈം 0 ഡിസ്പ്ലേസ്മെന്റ്, ടൈം 1, 2, 3, 4, 5 ഇങ്ങനെ എഴുതാം. ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലൈക്ക്, ഞാൻ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകും. 2, 4, 6, 8, 10 ഇങ്ങനെ വയ്ക്കാം. ഇനി എന്തും വരയ്ക്കാം. ഓക്കെ, ദിസ് ക്യാൻ ബി എന്താ പറയുക, ദിസ് ക്യാൻ ബി 1 and this can be 2, this can be 1, this can be 5, this can be 7. അപ്പൊ ഞാൻ മൂന്നാമത്തെ ഗ്രാഫ് ആദ്യം വരയ്ക്കാം. ഓക്കെ, നമുക്ക് എന്താ പറ്റുന്നത്? ഇവിടെ ടൈം വരച്ചു, ഇവിടെ പൊസിഷൻ വരയ്ക്കുന്നു. പൊസിഷൻ or let me write it as position. Okay, this is the x-axis, this is the y-axis. Okay, അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. നമ്മൾ മറ്റേതൊക്കെ കണ്ടതല്ലേ. അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ടൈം 1 എവിടെയായിരിക്കുന്നത്? ടൈം 0 ടെസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് 0 ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ടൈം 1 എവിടെയായിരിക്കുന്നത്? ടൈം 1 പൊസിഷൻ ഈസ് 1. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ പോയിന്റ് കിട്ടി. ടൈം 2 കൊള്ളാം. ടൈം 2 പൊസിഷൻ എവിടെയാണ്? 2 ഇരിക്കുന്നു. ഓക്കെ, 2. Then I got the point here. Okay, time 2. Then
Okay, so that is gone. Okay. Okay, so now then time 3, so time 3 time 3 time is 3 and position is 1. At the point okay. Then time 4 it went to 5. Time 4 it went to position 3, 4, position 5. Time 4, okay, sorry, time 3 time 4 it goes to position 5. Okay, good. Then time 5 it went to 7. 7 7. Okay, this is time 5. Okay, ഇനി ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്നു, എന്നിട്ട് 2-ൽ നിന്ന് വീണ്ടും തിരിച്ച് 1-ലേക്ക് വരുന്നു, എന്നിട്ട് ഞാൻ പിന്നെ 5-ലേക്ക് പോകുന്നു, എന്നിട്ട് ഞാൻ 7-ലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ഇങ്ങനെ എനിക്കൊരു ഗ്രാഫ് കിട്ടി. ഓക്കെ, അത് ഇവിടെ വരുന്നു, ഇവിടെ വരുന്നു, ഇവിടെ വരുന്നു, പിന്നെ തിരിച്ചിവിടെ പോകുന്നു, തിരിച്ചിവിടെ പോകുന്നു. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ ഗ്രാഫ്. അപ്പൊ ഇവിടെ നമ്മൾ പിന്നെ ഒരു റിയൽ ലൈഫ് സിനേറിയോ പറഞ്ഞു, ഡിപ്പെൻഡന്റ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ പറഞ്ഞു, അതിന്റെ പോസിബിൾ വാല്യൂസ് പറഞ്ഞു, എന്നിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഓക്കെ, ഗ്രാഫ് can be like this. Graph. Yes. Sir. Sir, time 3-ല് 1-ലിരിക്കണമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അത് time 3-ൽ 1-ലിരിക്കും. time 3-ൽ 1-ലിരിക്കുന്നു. ഓക്കെ, ഇവിടെ വന്നു. 3-യുടെ മുകളിലല്ലേ വരിക സർ? എവിടെയാണ്? ടൈം 3-ൽ യെസ് ടൈം 3, ഇത് ടൈം 3. ഓക്കെ, എന്നിട്ട് അതിന്റെ വാല്യൂ എന്താ പറയുന്നത്? 1-ൽ വരും. ഓക്കെ, ടൈം 3-ലും ഇതിന്റെ എക്സ് ഇത് വരുമ്പോഴത്തേക്ക് എവിടെയാ വരുന്നത്? നമ്മൾ ടൈം 3 സോറി യെസ് ഓക്കെ, സോ കറക്റ്റ്. ഓക്കെ, വേറെ ആരും ചോദിച്ചില്ലല്ലോ. അപ്പൊ ടൈം ഇവിടെയാ വരുന്നത്. ഓക്കെ, കറക്റ്റ്. സോ ടൈം 1-ല് ഓക്കെ, ടൈം 1-ല് ഇത് പൊസിഷൻ 1-ൽ വന്നു, ടൈം 2-ല് എവിടെ വന്നു? 2-ൽ വന്നു, ടൈം 3-ല് അത് വീണ്ടും 1-ൽ വന്നു, പിന്നെ 5-ല്. ഓക്കെ, ലെറ്റ് മീ കറക്റ്റ് ദാറ്റ്. ഓക്കെ, ഗെറ്റ്. ആരാ ചോദിച്ചത്? ഞാനാണ് സർ. പേരെന്താ? ആശ. എന്താ പഠിച്ചത്? ഞാൻ PSC ബയോടെക്നോളജി പഠിച്ചത് സർ. ബയോടെക്നോളജി പഠിച്ചു. ഓക്കെ, ഗുഡ്. ഞാൻ ഓർത്ത് BSc ഫിസിക്സ് പഠിച്ചെന്ന് ഇപ്പൊ പറയുന്നു. ഓക്കെ, that's a good question. Okay, for somebody it may be too simple. Okay, sorry for the mistake. Okay, I don't know how I committed that mistake. Okay, so T value 1, 2 is values 2, 3 values 1, then 4 value is 5, then 5 value is 7. Okay, അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ 1, 2, 3, 4, 5. ഇതിന്റെ കൈ എങ്ങോട്ട് വരാത്തോണ്ടാണ്. Otherwise these are all straight lines. Okay, these are straight lines. Okay, അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഗ്രാഫ് ഇരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ടേബിളിൽ നിന്ന് ഇവിടെ പോകാൻ പറ്റണം, എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ ഈ ടേബിളിൽ തിരിച്ചു വരാൻ പറ്റണം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ then you understood it. Okay. അപ്പൊ ആശ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആശ TC ആണ്. ആശ TC, right? Yes sir. Okay, yes, ബയോടെക്നോളജി. ഓക്കെ, എന്താ MSc ആണോ പഠിച്ചത്? അല്ല, ഞാൻ ഡിഗ്രി ചെയ്തിട്ടുള്ളൂ, MSc ചെയ്തിട്ടില്ല. ഓക്കെ, മതി. DFI ജോലി കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ മസ്കറ്റിലാണ് സാർ. ഞാനിവിടെ ഹസ്ബൻഡിന് മസ്കറ്റിലാണ് ജോലി. ഓക്കെ, ഗുഡ്. സോ ഉടനെ നാട്ടിലേക്ക് വന്ന് ജോലിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, മേ ബി നിയർ ഇറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, ഗുഡ്. സോ അപ്പോ ഇത് കഴിഞ്ഞു. ഇതിനകത്ത് നമുക്ക് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു സംശയമുള്ള ചോദിച്ചു. ദാറ്റ് വാസ് ആക്ച്വലി മൈ മിസ്റ്റേക്ക്. ഓക്കെ, സോറി. നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് ഫിസിക്സിലേക്ക് പോവുകയാണ്. പൊസിഷൻ ടൈം ഗ്രാഫ്, സ്റ്റേഷനറി ഓബ്ജക്ട്സ്. അപ്പൊ ഇത് നമ്മൾ കുറച്ചു നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ഐ ടെൽ ടു മച്ച് then it will be very boring, right?
അപ്പൊ ഞാൻ ഇതിവിടെ ഓൾറെഡി വരച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ അല്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അതായത് സ്റ്റേഷനറി ഓബ്ജക്റ്റിന്റെ ഞാൻ ഇവിടെ എല്ലാ ഇതിലും ഞാൻ മഞ്ഞ അടിച്ചിട്ടുണ്ട്. പൊസിഷൻ സ്റ്റേഷനറി ഓബ്ജക്റ്റ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. അപ്പൊ ഇവിടെ പൊസിഷൻ ആണ് വരുന്നത്, ഇവിടെ ടൈം ആണ് വരുന്നത്. സ്റ്റേഷനറി ഓബ്ജക്റ്റ് ആണ്. അപ്പൊ സ്റ്റേഷനറി ഓബ്ജക്റ്റ് ഇപ്പോ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് ഒരു ഇത് വരച്ചിരിക്കുകയാണ്. ഞാൻ വെറുതെ ഒരു പ്ലേ ഗ്രൗണ്ടിലിരിക്കുന്ന കല്ലിൽ പ്ലേ ഗ്രൗണ്ടിന്റെ സപ്പോസ് ദിസ് ഇസ് എ പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്. ആ പ്ലേ ഗ്രൗണ്ടിന്റെ ഒരു മൂലയ്ക്ക് ഞാൻ ഇങ്ങനെ വെറുതെ മാർക്ക് ചെയ്തിരിക്കുകയാണ് 0 meters. വെറുതെ 0 meters, 1 meter, 2 meter, 3 meter എന്നിങ്ങനെ പ്ലേ ഗ്രൗണ്ട് അടുത്ത് ഒരു മാർക്കിംഗ് ഉണ്ട്. അപ്പോ ഇവിടെ തന്നെ ഒരു കല്ല് വെച്ച് വരച്ചിട്ട് ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ഗ്രാഫ് ആർക്കും കാണാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ ഇങ്ങനെ വരച്ചു വയ്ക്കും അല്ലേ. ചേഞ്ച് ദ കളർ. അപ്പൊ ഞാൻ 0 meterലാണ് കല്ല് ആദ്യം വെച്ചിരിക്കുന്നത് വിചാരിക്കുക. സ്റ്റേഡിയത്തിന്റെ ഒരു മൂലയ്ക്കാണ് ഞാൻ ഈ കല്ല് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു മെഷർമെന്റ് ഒക്കെ ആരോ വരച്ചിട്ടുണ്ട് 0 meter. അപ്പൊ ഞാൻ അവിടുത്തെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് കാണാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ ഇരിക്കും. സപ്പോസ് ഈ കല്ല് ആദ്യമേ തന്നെ ഞാൻ കൊണ്ടുവച്ചത് ആ സ്റ്റേഡിയത്തിന്റെ 2 meter എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ആ കല്ല് കൊണ്ടുവച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0 ടൈമിൽ എവിടെയായിരിക്കുന്നത്? ഓക്കെ, 0 ടൈമിൽ സപ്പോസ് ഞാൻ ഈ സിനേറിയോയുടെ ദിസ് സിറ്റുവേഷന്റെ ഞാൻ അതിന്റെ ഒരു ടേബിൾ ഉണ്ടാക്കിയാണ്. ടൈം 0 ആയിരിക്കുന്ന സമയത്ത് അത് എവിടെ ഇരിക്കുന്നത്? 2 meterൽ. ടൈം 1 സെക്കൻഡ് ആയപ്പോൾ അത് എവിടെ ഇരിക്കുന്നത്? 2 meterൽ. 2 സെക്കൻഡ് ആയപ്പോൾ എവിടെ ഇരിക്കുന്നത്? 2 meterൽ. 3 സെക്കൻഡിൽ എവിടെ? 2 meterൽ. ഇവിടെ 2 meterൽ. ഇവിടെ 2 meterൽ. അപ്പൊ ഇവിടെ എനിക്ക് എന്താ ഉണ്ട്? ഇത് 0 meters, 1 meter, 2 meter. അതിനകത്ത് ഇത് 1, 2, 3, 4, 5. അപ്പൊ ഇത് ഇവിടെ ഇരിക്കുകയാണ്. ദിസ് ഈസ് ഹിയർ. ഓക്കെ, 0 ഇതില് പൊസിഷൻ ഞാൻ ലെറ്റ് മീ ടേക്ക് ദിസ് കളർ. ഓക്കെ, 0 meterൽ ഞാൻ ഇവിടെ വയ്ക്കുകയാണ്. 2 ഇവിടെ ഞാൻ ഒരു ഇൻഡു ഇട്ട്. ഓക്കെ, 1 meter, 1 second, സോറി 0 സെക്കൻഡിൽ 1 സെക്കൻഡിലും അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. 2 secondsലും ഇറ്റ്സ് സെയിങ് ആൻഡ് സെയിം. 3 secondsലും സെയിം. 4 സെക്കൻഡിലും സെയിം. 5 സെക്കൻഡിലും സെയിം. അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്രാഫ്. ഓക്കെ, ദിസ് ഈസ് 100% ക്ലിയർ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റേഷനറി ഓബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പൊ അടുത്ത സ്ലൈഡിൽ എന്താണ് കാണുന്നതെന്ന് ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാമോ? ഞാൻ സ്റ്റേഷനറി ഓബ്ജക്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു. ഇനി നമുക്ക് ഈ ഓബ്ജക്റ്റിനെ നമുക്കൊന്ന് മൂവ് ചെയ്യിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേഷനറി ഓബ്ജക്റ്റ് എന്നുള്ള മഞ്ഞ മാറിയിട്ട് ഇറ്റ് ബിക്കെയിം യൂണിഫോം മോഷൻ എന്നായി മാറി. അപ്പൊ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫിസിക്സ് ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം, അടുത്ത വാക്ക് എന്താണ്? വെലോസിറ്റി. ഓക്കെ, യൂണിഫോം വെലോസിറ്റി. ഓക്കെ, യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് തെറ്റായിട്ട് സ്പീഡ് എന്ന് തന്നെ അങ്ങ് പറയാം. തെറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് നെസസറിലി റോങ്, ബട്ട് നിങ്ങൾക്കറിയാം സ്പീഡും വെലോസിറ്റി ഒന്നല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോ നമുക്ക് ഒരേപോലെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന എന്ന് നമുക്ക് അങ്ങ് എടുക്കാം. ഒരേ ഡയറക്ഷനിൽ ഒരുപോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, യൂണിഫോം വെലോസിറ്റി. അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഞാൻ അപ്പുറത്തൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുകയാണ് ഓൾറെഡി. അപ്പൊ നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഗ്രാഫ്സ്. അപ്പൊ ഞാൻ ഈ പോയിന്റ്സ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് എഗെയിൻ നമ്മുടെ കല്ല് തന്നെ എടുക്കാം. ഓക്കെ, സ്റ്റേഡിയം. ഓക്കെ, സ്റ്റേഡിയത്തിന്റെ ഒരു മൂലയ്ക്ക് ഒരാള് 0 meter. ഇത് ഗ്രാഫുമായിട്ട് കൺഫ്യൂഷൻ വരുന്നത് ഒരു ഫിസിക്കൽ എക്സാമ്പിൾ ആണ്. ദിസ് ഇസ് എ സ്റ്റേഡിയം. ഓക്കെ, ദിസ് എ സ്റ്റേഡിയം. ഓക്കെ, സ്റ്റേഡിയത്തിന്റെ മുകൾ ഇവിടെ കല്ല് വെച്ചിരിക്കുന്നു. അത് happen to be at 0 meters. It can be anywhere. ഓക്കെ, ഇത് 1 meter, ഇത് 2 meter. ഇവിടെയും 1 meter, 2 meter എന്നൊക്കെ തന്നെ. സ്റ്റേഡിയത്തിന്റെ നീളത്തിലും വീതിയിലും ടൈമിലല്ലേ എഴുതുന്നത്. ഓക്കെ, 2 meter എന്നൊക്കെ പറഞ്ഞ സ്റ്റേഡിയത്തിന് ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെ ഗ്രാഫിൽ ആരൊക്കെയാ ഉള്ളത്? ഗ്രാഫിൽ there should be an independent variable and there should be a dependent variable. There should be an independent variable and there should be a position that is a dependent variable. കാരണം ഇതിനെ പൊസിഷൻ മാറ്റാനുള്ള കഴിവ്
എനിക്കുണ്ട്. ഓക്കെ, കൺട്രോൾ ചെയ്യാനുള്ള. ഓക്കെ, നൗ യൂണിഫോം മോഷൻ എന്നാണ്. അപ്പൊ വെലോസിറ്റി സെയിം തന്നെയാണ് എല്ലായിടത്തും. ഓക്കെ, അപ്പൊ നമുക്കിനി കുറച്ചുകൂടെ ഫിസിക്സിലേക്ക് വരാം. വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ. ഓക്കെ, ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവെൽ എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ ദിവസം റിവൈസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സംശയം തോന്നും. യു ഗോ ബാക്ക് ആൻഡ് റിവൈസ് ഇറ്റ്. ഓക്കെ, ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ഇന്റർവെൽ, അല്ലെങ്കിൽ നമ്മൾ വി ഈക്വൽസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോ 0 ടൈമിൽ സേ ഇറ്റ് വാസ് ഇൻ ദി 0 പൊസിഷൻ 0 meters. ഓക്കെ, സ്റ്റേഡിയത്തിന്റെ മൂലയ്ക്ക് തന്നെ ഇരിക്കുന്നു. ടൈം 1 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് സേ ഇറ്റ് വെൻ ടു 2 meter per second. സോറി 2 meters. ഓക്കെ, ഇവിടെ വന്നപ്പോഴത്തേക്ക് ദാറ്റ് ബിക്കെയിം എവിടെ ഇരിക്കുന്നത് 4 മീറ്ററിൽ ഇരിക്കുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് 6 മീറ്ററിൽ ഇരിക്കുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് 8 മീറ്ററിൽ ഇരിക്കുന്നു, 10 മീറ്ററിൽ ഇരിക്കുന്നു. ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പൊസിഷൻ ഇങ്ങനെയുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് എന്തുണ്ട് 1 2 3 4 5 ഇങ്ങനെയുണ്ട്. അപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് 2 4 3 6 ഓക്കെ, പിന്നീട് 4 8 5 10 ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ 0 ടൈമിൽ ഇവിടെ ഇരുന്നു ഇങ്ങനെ പോവുകയാണ്. ദിസ് ഈസ് ഗോയിങ് ലൈക്ക് ദിസ്. അപ്പൊ ഇത് നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. എന്താണ്? പൊസിഷനും ടൈമും ചേർത്ത് വെക്കുന്നതാണ്. പൊസിഷന്റെ മേല് ഞാൻ കൺട്രോൾ ചെയ്യുന്നു, ടൈം തനിയെ പോകുന്നു. ഓക്കെ, ഇനി നമുക്കിതിന്റെ സ്ലോപ്പ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾക്ക് മാത്ത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ വരുന്നത്. ഓക്കെ, അതിന് മുമ്പുള്ളതൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കും, ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് 4 ഗ്രാഫ് വരച്ചിട്ട് ഇത് ഏതാണ് എന്നൊക്കെ ചോദിച്ചേക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരച്ചിട്ട് ഞാൻ സ്ലോപ്പ് വരയ്ക്കുന്നത് നമുക്കറിയാം. സ്ലോപ്പ് വരയ്ക്കാനായിട്ട് there should be a delta. നമ്മുടെ കോംപ്ലിക്കേറ്റഡ് ഫോം എന്താണ്? dy/dx. ഓക്കെ, അതിന്റെ സിമ്പിൾ ഫോം എന്താണ്? Δy/Δx. അതിന്റെ സിമ്പിൾ ഫോം എന്താണ്? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. ഇനി ഇപ്പൊ ഇവിടത്തെ വാല്യൂസ് എടുക്കുക, അതായത് ഇങ്ങോട്ട് വന്ന് മുട്ടുക, then you will get the x value. ഓക്കെ, ഇവിടെ സോറി y വാല്യൂ കിട്ടും. ഇങ്ങോട്ട് വരുമ്പോഴേക്ക് so this is y2, this is y1 and this is t1, then here you will get t2. Okay, so this is നമുക്കൊരു വാല്യൂ ഉണ്ട്, എത്രയെങ്കിലും ആവട്ടെ വാല്യൂ. സപ്പോസ് നമ്മൾ ഇവിടത്തെ വാല്യൂ ആണ്, ഈ സ്ലോപ്പാണ് എടുക്കുന്നത് വിചാരിക്കുക. ഇവിടത്തെ സ്ലോപ്പാണ് എടുക്കുന്നത്. സ്ലോപ്പിന് സാധാരണ എം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഓർ സ്ലോപ്പ്. അപ്പൊ ഇവിടത്തെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? സ്ലോപ്പ് ഈക്വൽസ്, നമ്മൾ ഇവിടെ എഴുതുന്നു സ്ലോപ്പ് ഈക്വൽസ് എന്താ വരിക? 6 - 4 എന്ന് വരും അല്ലെ? 6 - 4 ഡിവൈഡഡ് ബൈ അതേ വാല്യൂസ് ഇവിടെ നിന്ന് എടുത്താൽ മതി. ഓക്കെ, എന്താ പറയുന്നത്? 3 - 2 എന്നെടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2/1 ഓർ സ്ലോപ്പ് ഈക്വൽസ് 2 എന്ന് വരും. സ്ലോപ്പ് ഈക്വൽസ് 2 എന്ന് വന്നിരിക്കുകയാണ്. നേരത്തെ നമുക്കൊരു സ്ലോപ്പ് കിട്ടിയായിരുന്നല്ലോ. നേരത്തെ നമ്മൾ 3 സ്ലോപ്പുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു പറഞ്ഞത്? 3 സ്ലോപ്പുകളെ പറ്റി നമ്മൾ സംസാരിച്ചു നേരത്തെ. ഓക്കെ, ഇവിടെ സ്ലോപ്പ് എത്ര ഞാൻ പറഞ്ഞത്? സ്ലോപ്പ് ഈക്വൽസ് 1 എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു? സ്ലോപ്പ് ഈക്വൽസ് 0 എന്ന് പറഞ്ഞു. ഇവിടെ സ്ലോപ്പ് ഇൻഫിനിറ്റി എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇപ്പോൾ ഞാൻ പറയുന്നു സ്ലോപ്പ് 2 എന്ന് പറയുന്നു. അപ്പൊ ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം, തിരിച്ചു പോകാം. Let us put a page. Okay, അപ്പോ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു റിലേഷൻഷിപ്പ് ഒന്ന് മനസ്സിലാക്കി വെച്ച് നോക്കാം. ദിസ് ഈസ് അഗെയിൻ ബേസിക്സ് ഫോർ those who are comfortable in mathematics.
അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ടൈം, ഇവിടെ പൊസിഷൻ, അതിനകത്ത് നമ്മൾ സ്ലോപ്പ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് ഈക്വൽസ് 0. ഇങ്ങനെ ഒരാൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് ഈക്വൽസ് ഇൻഫിനിറ്റി. ഇനി ഇങ്ങനെ ഒരാൾ സ്ലോപ്പ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് ഈക്വൽസ് 1. അപ്പൊ ഇനി നിങ്ങൾ ഒരു ലോജിക് അപ്ലൈ ചെയ്യൂ. ഒരു ലൈൻ ഇങ്ങനെ ഇരുന്നാൽ സ്ലോപ്പ് 0, ഇങ്ങനെ ഇരുന്നാൽ സ്ലോപ്പ് 1, ഇങ്ങനെ ഇരുന്നാൽ സ്ലോപ്പ് ഇൻഫിനിറ്റി എന്ന് ഞാൻ പറയണം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ പോകുമ്പോൾ സ്ലോപ്പ് കൂടി പോകുന്നോ കുറഞ്ഞു പോകുന്നു ലൈൻ്റെ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. നിങ്ങളുടെ ഇങ്ങനെ ഒരു ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. ഇതിന്റെ സ്ലോപ്പ് 1 ആയിരിക്കുമോ 1-ൽ കൂടുതലായിരിക്കുമോ ഈ ലൈനിന്റെ സ്ലോപ്പ്? അതിന്റെ ചേഞ്ച് ഇൻ y വാല്യൂ കൂടുതലായിരിക്കും, ചേഞ്ച് ഇൻ x വാല്യൂ കുറഞ്ഞിരിക്കും. ഇവിടെ ചേഞ്ച് ഇൻ y വാല്യൂം ചേഞ്ച് ഇൻ x വാല്യൂം ഈക്വൽ ആയിരിക്കും. ഇവിടെ ചേഞ്ച് ഇൻ y വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂവേ ഇല്ല. ഇവിടെ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്ന ഒരു കാര്യം ഇമാജിൻ ചെയ്യാനേ പറ്റുന്നില്ല. ഓക്കെ, ഒരേ സമയത്ത് തന്നെ ഒരു പാർട്ടിക്കിൾ ഇവിടെയും കാണും ഇവിടെയും കാണും. അത് നമുക്ക് പ്രാക്ടിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ. ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോ ഇവിടെ വരുന്ന ഇതിനെയാണ് നമ്മൾ സ്ലോപ്പ് 2 എന്ന് പറയുന്നത്. ഓക്കെ, സ്ലോപ്പ് ഈക്വൽസ് 2. അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എത്രയായിരിക്കും? ഇതിന്റെ സ്ലോപ്പ് 1 ആണ്, ഇതിന്റെ സ്ലോപ്പ് 0 ആണ്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഞ്ച് നിങ്ങൾ പറയൂ. Between 0 and 1. Between 0 and 1. Great. Okay, so between 0 and 1. Okay. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ കൊണ്ടുവരാം. ഞാൻ ഇതുവരെ പറയാതിരുന്ന ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ ആംഗിൾ എത്ര? ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്ര? 90 ഡിഗ്രീസ്. ഓക്കെ, 90 ഡിഗ്രീസ് ആണ് ഈ ആംഗിൾ. ഇതിനെ ഞാൻ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ, രണ്ട് ഈക്വൽ ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 45 ഡിഗ്രീസ് വരും അല്ലേ? 45 എന്ന് വരും. 45 ഉള്ളതിന്റെ സ്ലോപ്പ് എടുക്കാൻ ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അയാൾ എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് ഇവിടെയും വരയ്ക്കും, ഇങ്ങനെ വന്ന് ഇവിടെയും വരയ്ക്കും. ഓക്കെ, എന്നിട്ട് സ്റ്റൈലിനെ ഇവിടെ ഡെൽറ്റ വൈ എന്ന് ഇവിടെ ഡെൽറ്റ എക്സ് എന്നൊക്കെ എഴുതും. ഇത് ഞാൻ പറയുന്നത് ദിസ് ഷുഡ് ഗോ ഡീപ്പ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ, ചേഞ്ച് ഇൻ വിത്ത് റെസ്പെക്ട് ചേഞ്ച് ഇൻ സോറി യെസ് കറക്റ്റ്, ഇറ്റ്സ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ. ഓക്കെ, ഡെൽറ്റ വൈ ആൻഡ് ഡെൽറ്റ എക്സ് എന്ന് എഴുതും. അപ്പോൾ ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഈക്വൽസ് 1 എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലോപ്പ് 1 m ഈക്വൽസ് 1 എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ആംഗിൾ 45 ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു മഞ്ഞ ലൈൻ ഇവിടെ ഇട്ടു. ഓക്കെ, ദാറ്റ് യെല്ലോ ലൈൻ ഐ എം ഗോയിങ് ടു ഡ്രോ ഹിയർ ആസ് ദ സെയിം യെല്ലോ ലൈൻ. ഞാൻ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടാൽ, ഓക്കെ, കമ്മിങ് ആസ് റെഡ്, ദാറ്റ്സ് ഓക്കെ. ഈ ആംഗിൾ, okay, this angle I write it as say 60 degrees. Okay, അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? m is greater than 1 എന്ന് വന്നു അല്ലേ? അതിനാണ് 2 ആകാം, 2.5 ആകാം, 3 ആകാം, ആയി എവിടം വരെ പോകാം. ഇറ്റ് ക്യാൻ ബിക്കം ഇൻഫിനിറ്റ്. ഇനി ഞാൻ ഇവിടെ വേറൊരു ലൈൻ ഇടുകയാണ്. ഓക്കെ, സോ ഐ എം ഡ്രോയിങ് അനദർ ലൈൻ. What is happening? Okay, I am drawing another line here. Okay, ഇവിടെ ഞാൻ എഴുതി വയ്ക്കുന്നത് this angle is 30 degrees ഞാൻ എഴുതുകയാണ്. ഇവിടെ സ്ലോപ്പ് is less than 1 ആണ്. അപ്പൊ നമുക്ക് സ്ലോപ്പ് ലെസ് ദാൻ 1 എന്നൊരു സിറ്റുവേഷൻ വരുന്നു, സ്ലോപ്പ് ഈക്വൽസ് 1 എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു, സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ നമുക്ക് വരുന്നു. ഓക്കെ, അപ്പോ
ബേസിക്കലി നമ്മുടെ ഒറിജിനുമായിട്ടുള്ള ആംഗിൾ വെച്ചിട്ടും നമുക്ക് സ്ലോപ്പിന് ഒരു റിലേഷൻ എഴുതാം. അപ്പൊ ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് വെച്ച് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, ബട്ട് ഐ വിൽ ട്രൈ ടു കുക്ക് അപ്പ് സംതിങ് ഇൻ ദ എക്സാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലോപ്പ് ഈക്വൽസ് എന്താ പറഞ്ഞത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആംഗിൾ ക്രിയേറ്റഡ് അറ്റ് ദ ഒറിജിൻ ഈസ് 45 degrees. സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴേ പറയാൻ പറ്റും ആംഗിൾ ഗ്രേറ്റർ ദാൻ 45 എന്നെങ്കിലും നിങ്ങൾ അറിയണം. എന്നിട്ട് സ്ലോപ്പ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ക്രിയേറ്റഡ് അറ്റ് ദ ഒറിജിൻ ഈസ് ലെസ് ദാൻ 45 എന്ന് നിങ്ങൾ അറിയണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടേക്ക് ഹോം എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾ 45 ആണെങ്കിൽ അപ്പൊ ഇനിയിപ്പൊ ഞാൻ ഒരു സിറ്റുവേഷൻ ഞാൻ വരയ്ക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് ഒബ്വിയസ്ലി ഇതിന്റെ സ്ലോപ്പ് എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? സ്ലോപ്പ് ഈക്വൽസ് ഒരു അപ്രോക്സിമേറ്റ്, നിങ്ങളുടെ ഐ അപ്രോക്സിമേഷൻ എന്തായിരിക്കാം? വേണമെങ്കിൽ ഞാൻ ഒരു ഇൻഡിക്കേഷൻ കൂടെ തരാം. ദിസ് ഈസ് 70 degrees എന്നൂടെ ഞാൻ എഴുതി തരാം. അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഓർ സ്ലോപ്പ് വിൽ ബി ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ വാട്ട് എന്തായിരിക്കും? പറയൂ, ചിന്തിക്കൂ. ഞാൻ ഒറിജിൻ ഒന്നും കണ്ട് മാറ്റി വരച്ചു. ഓക്കെ, ഇവിടത്തെ ആംഗിൾ 70 degree വന്നാൽ ഓക്കെ ഓക്കെ, let us put one more page. ഇവിടെ വന്നു, we came here, time is this, position is here. ഓക്കെ, ഞാൻ പറയുകയാണ്, ഒരു ഗ്രാഫ് വന്നിട്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒരു ലൈൻ ഞാൻ വരച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇവിടെ ആംഗിൾ ഞാൻ പറഞ്ഞിരിക്കുകയാണ് 70 degrees ഞാൻ ആംഗിളും പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, നമ്മളൊന്നും അറിയണ്ട. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സം എക്സ് വാല്യൂ സം വൈ വാല്യൂ എടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഇത് ഞാൻ 70 degrees കുറച്ചുകൂടെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, let me draw it like, okay, so let me erase everything. Okay, so let me draw it like this. ഞാനിത് ഇങ്ങനെ വരയ്ക്കുന്നു. so let me draw it like this. Okay, ഇപ്പൊ കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുന്നത് this angle is 70 degree. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ലോപ്പ് ആർക്കെങ്കിലും സംശയമുണ്ടോ? ദ സ്ലോപ്പ് ഈക്വൽസ് എന്താ പറയുക, ഇവിടുത്തെ രണ്ട് വാല്യൂസിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ല, ഇതിന്റെ ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ഒബ്വിയസ്ലി സ്ലോപ്പ് ഈസ് y2 minus y1 divided by x2 minus x1. ഇവിടത്തെ ഡിഫറൻസ് കൂടുതലാണ്. ഓക്കെ, y2 say this is suppose I am putting some value 10 and this is say suppose 5. Okay, so that is 5 divided by, suppose this time difference ഇവിടെ വന്നിട്ട് ഒരു 1 second ഇവിടെ ഒരു 2 seconds ആണെന്ന് വിചാരിക്കുക. So that is 2 minus 1, so 5 by 1 എന്ന് വരും. So slope equals, suppose slope equals 5 എന്ന് വരികയാണ്. അങ്ങനെ വരുന്ന ഒരു കേസാണ് ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എക്സാക്ട് വാല്യൂസ് അല്ല എടുത്തിരിക്കുന്നത്. ദീസ് ആർ നോട്ട് എക്സാക്ട് വാല്യൂസ്. ഈ ആംഗിൾ നോക്കി നിങ്ങൾ പറയണം. ഓക്കെ, ദിസ് അഗെയിൻ ഞാനത് റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ആംഗിൾ കിട്ടുന്നത് 45 ആണെങ്കിൽ ഓക്കെ, സ്ലോപ്പ് ഈക്വൽസ് 1 എന്നും, ഈ ആംഗിൾ കിട്ടുന്നത് 45 കുറവാണെങ്കിൽ സ്ലോപ്പ് ഈസ് ലെസ് ദാൻ 1 എന്നും, ഈ ആംഗിൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ സ്ലോപ്പ് ഈക്വൽസ് ഗ്രേറ്റർ ദാൻ 1 എന്നും. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഒരു കാര്യം കൂടെയാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സപ്പോസ് ഒരാൾ വന്ന് ഇങ്ങനെ ഒരു വര ഇവിടെ ഇട്ടിട്ട് പോവുകയാണ്. ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് എത്ര എന്നൂടെ നിങ്ങൾ മനസ്സിലാക്കുക. then we will go to the next one. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ഈ ആംഗിൾ എത്രയെന്നാണ് നോക്കേണ്ടത്. ദിസ് ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ 45 ആയിരിക്കുമോ അതിൽ കൂടുതലായിരിക്കുമോ? somebody has to tell now. Greater than 45. Greater than 45. അപ്പൊ സ്ലോപ്പ് എന്തായിരിക്കും? Greater than 45. സ്ലോപ്പ് must be greater than 1.
ഓക്കെ, ഇത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതായത് ഞാൻ ഇത്ര ചെയ്തോളൂ. ഞാൻ ഒറിജിനൽ നിന്ന് മാറ്റി ഞാൻ ഒരു വരയിട്ടു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിച്ചിട്ട് നമ്മുടെ ദിസ് ഈസ് ഓവർ. സോ അഗെയിൻ വി വിൽ സ്റ്റാർട്ട് ഫ്രം ദിസ്. ദിസ് ഈസ് 45. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ലെസ് ദാൻ 45. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 45. വി നോ ദീസ് തിങ്സ്, റൈറ്റ്? അപ്പൊ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ വര ഇട്ടിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിന്റെ സ്ലോപ്പ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ട് ഇങ്ങനെ 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 ഇട്ടിട്ട്, ഓക്കെ, നിങ്ങളെടുത്ത് ഇവിടെ വാല്യൂ ഒന്ന് നോക്കും. ഒരു അസസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് 45 കൂടുതലായിട്ട് തോന്നുന്നു, 45 കുറവായിട്ട് തോന്നുന്നു? കുറവായിട്ട് തോന്നുന്നു. അപ്പൊ എന്തായിരിക്കും സ്ലോപ്പ് ഈസ് ലെസ് ദാൻ 1 അല്ലേ? സ്ലോപ്പ് 1 കുറവായിരിക്കത്തില്ല ഇവിടെ. സ്ലോപ്പ് വിൽ ബി ലെസ് ദാൻ 1. ഓക്കെ, അപ്പോ ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മൾ എക്സ് ആക്സിസ് ആയിട്ടുള്ള ആംഗിൾ ആണ് നോക്കുന്നത്. ലുക്ക് അറ്റ് ദി ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസിന്റെ ആയിട്ട് വരുന്ന ആംഗിൾ, അതിനൊരു ഇമാജിനറി എക്സ് ആക്സിസ്, ഇത് ഇത്തിരി മേലോട്ട് മാറ്റി വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇമാജിനറി എക്സ് ആക്സിസ് ഇവിടെ ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതി. ആ ആംഗിൾ വെച്ചിട്ടാണ് ലുക്ക് അറ്റ് ദി ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആൻഡ് ദെൻ യു ക്യാൻ സീ എം ലെസ് ദാൻ 1, എം ഈക്വൽസ് 1 ഓർ എം ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, now let us go to the next slide. Okay, uniform motion position time graph in some variations on. Okay, what's the time? Now the time is 8 o'clock. Okay, good. Okay, some variations. We are going very simple, very slow. Okay, uniform motion പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ അപ്പോഴേ നമുക്കറിയാം യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഗ്രാഫിന് എക്സ് ആക്സിസ് വേണം, വൈ ആക്സിസ് വേണം, ഇവിടെ പൊസിഷൻ, യൂണിഫോം മോഷൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും സമയത്ത് നമ്മുടെ ഡിസ്കഷന് നിങ്ങൾ മനസ്സിലാക്കണം, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ്. ഓക്കെ, അപ്പോ സ്റ്റേഷനറി എന്ന് പറഞ്ഞൊരു കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. പാർട്ടിക്കിൾ ഈസ് നോട്ട് മൂവിങ്. ഇത് പൊസിഷൻ, ഇത് ടൈം, ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ദിസ് ഈസ് സ്റ്റേഷനറി. ഓക്കെ, സ്റ്റേഷനറി. ദ പാർട്ടിക്കിൾ ഈസ് നോട്ട് മൂവിങ്. ഇത് വന്നിട്ട് സപ്പോസ് നമ്മുടെ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊസിഷൻ ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. പൊസിഷൻ ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. Position is changing with respect to time. Okay, so position is changing with respect to time. അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഗ്രാഫ്സ് ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെയും വരാം, ഇങ്ങനെയും വരാം. ഇത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഓക്കെ, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ പറയുന്നത്, ടൈമിന് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ടൈം എങ്ങനെ എടുക്കും? ഞാൻ സ്റ്റോപ്പ് ക്ലോക്ക് ഓൺ ചെയ്യുമ്പോൾ ടൈം ഓൺ, സ്റ്റോപ്പ് ക്ലോക്ക് കാണിക്കുന്നതാണ് ടൈം. എനിക്ക് വലിയ കൺട്രോൾ ഒന്നുമില്ല. സ്റ്റോപ്പ് ക്ലോക്ക് ഈസ് ഗോയിങ് ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് വരും? ഈ ഗ്രാഫിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇതെന്താണ്? ഇത് നമ്മുടെ സ്റ്റേഡിയം ആണ്. എന്താണിത്? ദിസ് ഈസ് അവർ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിൽ ആരോ എപ്പോഴോ 0 meters, 1 meter, 2 meters, 3 meters കുട്ടികൾ ചോക്ക് വെച്ച് വരച്ചു വെച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ എന്നിട്ട് നമ്മുടെ ടാബുലർ കോളം ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ടാബുലർ കോളത്തിൽ എന്താണുള്ളത്? ടൈമിന്റെ വാല്യൂ ഉണ്ടാവും, പൊസിഷന്റെ വാല്യൂ ഉണ്ടാവും. ഓക്കെ, പൊസിഷന്റെ വാല്യൂ ഞാനിപ്പം സപ്പോസ് എസിന്റെ വാല്യൂ ഓർ ഇറ്റ് ഈസ് പൊസിഷൻ എന്ന് തന്നെ എഴുതുന്നു. എനിക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, പൊസിഷൻ എന്ന് തന്നെ എഴുതുന്നു. ടൈം 0 പൊസിഷൻ 7ാമത്തെ മീറ്ററിലാണ് ഈ പയ്യൻ കല്ല് വെച്ചിരുന്നത്. എന്നിട്ട് 1 സെക്കൻഡ് ആയപ്പോൾ അവന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 6ാമത്തെ മീറ്ററിലോട്ട് കൊണ്ടുവന്നു. 2 സെക്കൻഡ് ആയപ്പോൾ അവനത് 5ാമത്തെ മീറ്ററിലേക്ക് കൊണ്ടുവന്നു. On the 3rd second he brought it to the
4th meter. Okay. On the 4th second, he brought it to the 5th meter. Okay. Sorry. Let it make it as 3 meters. Okay. അപ്പോ നമ്മുടെ കല്ല് ഇവിടെ കണ്ടിരുന്ന കല്ല് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടൈം അനുസരിച്ച്. അതിനെയാണ്, അങ്ങനെ ഒരു ഗ്രാഫ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 0 ടൈമിൽ 5 മീറ്ററിൽ എത്ര? 7ാമത്തെ മീറ്ററിൽ 7 meters. സോ ദിസ് ഈസ് മൈ പോയിന്റ് അല്ലേ? ഇതാണ് എൻ്റെ പോയിന്റ്. എന്നിട്ട് 1ാമത്തെ സെക്കൻഡ് ആയപ്പോ ദ കല്ല് കെയിം ടു 6 meters. ഓക്കെ, ഇവിടെ കുത്ത്. 2ാമത്തെ സെക്കൻഡ് ആയപ്പോ ദ സ്റ്റോൺ കെയിം ടു 5th. 3rd second the stone came to ഇങ്ങനെ വന്നാൽ ഗ്രാഫ് ഇങ്ങനെ വരത്തില്ലേ? വരത്തില്ലേ? ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോ ഇത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അത് നിങ്ങൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, നിങ്ങൾ ഒരു ഒബ്സർവർ. ഞാൻ അങ്ങനെ ഒരു പുതിയ കോൺസെപ്റ്റ്. നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾ 0 മീറ്ററിൽ നിന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ദിസ് ഗൈ ഈസ് മൂവിങ് ഇറ്റ്. മനസ്സിലായില്ലേ? ടുവേഴ്സ് യു. അപ്പൊ അത് ടൈം 0യിൽ അവൻ 7ാമത്തെ മീറ്ററിൽ നിൽക്കുകയായിരുന്നു. നിങ്ങളിൽ നിന്നും 7th മീറ്ററിൽ നിൽക്കുകയായിരുന്നു. ടൈം 1 second ആയപ്പോ ഹി കെയിം ടു ദ 6th meter. ടൈം 2 second ആയപ്പോ ഹി കെയിം ടു ദ 5th meter. ടൈം 3 ആയപ്പോഴത്തേക്ക് ഹി ഈസ് കമ്മിങ് ടു സംവെയർ ഹിയർ. ഓക്കെ, അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഈ പോയിന്റ് എല്ലാം കൂടെ വെച്ചിട്ട് ഗ്രാഫ് വരച്ചതാണത് അല്ലേ? അപ്പൊ ഇതും പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഇത് പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പൊ ഇതും പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവൻ ഇത്തിരി സ്പീഡിന് മൂവ് ചെയ്തു. ഇത് അവൻ എന്ത് ചെയ്തു? ടൈം കുറച്ച് കൂടുതൽ എടുത്തു അടുത്തടുത്ത് വരാനായിട്ട്. അവൻ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ചോദിക്കും, ഇതിന്റെ ഗ്രാഫ് കണ്ടുപിടിച്ചാൽ എന്ത് പറ്റും? ഓക്കെ, അല്ല സോറി, ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് പറ്റും? ഇതിന്റെ സ്ലോപ്പ് ഞാൻ പറയും. ഇതിന്റെ സ്ലോപ്പ്, അപ്പോഴും സ്ലോപ്പിന്റെ ഫോർമുല മാറ്റരുത് കേട്ടോ. നമുക്ക് സ്ലോപ്പിന്റെ ഫോർമുലയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 തന്നെയാണ് നമ്മുടെ സ്ലോപ്പ്. സംശയമില്ലല്ലോ? സ്ലോപ്പ് ഈക്വൽസ് y2 - y1. y2 എന്ന് പറഞ്ഞാൽ y-യുടെ 2ാമത്തെ വാല്യൂ എന്നാണ്. 2ാമത്തെ വാല്യൂ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഇത് T1 ആണ്, ഇത് T2 ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് 0യിൽ നിന്ന് മേലോട്ട് തന്നെയാണ് പോണത്. അത് സമയം തിരിച്ചു വരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ T2ന് പറ്റിയ വാല്യൂ ആണ് ആരാണ്? y2. T1ന് പറ്റിയ വാല്യൂ ആണ് y1. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് y2 T2 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ വാല്യൂവിനെ പതുക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്നും -4. T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ഞാൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നു. ദിസ് ഈസ് y1, ദിസ് ഈസ് y2. ആരും മിണ്ടിയില്ലല്ലോ. ഓക്കെ, സോ ദിസ് വിൽ ബിക്കം, കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈം T1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മുടെ y1. ഓക്കെ, സോ ദിസ് ഈസ് y1 ആൻഡ് ടൈം T2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മുടെ y2. That is, this is y2. Okay, so y2 minus y1 എന്ന് പറയുമ്പോൾ ഞാൻ 4 - 5 ഡിവൈഡഡ് ബൈ x2 - x1 എത്ര? 2 - 3. അപ്പൊ നമുക്ക് എന്താ വാല്യൂ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് -1 ഡിവൈഡഡ് ബൈ എന്താ വരിക? 3 - 2 അല്ലേ? 3 - 2. Okay, I'm making too many mistakes. Okay, so let me do something. Okay, should not get confused. Okay, now let me correct it. Okay, so T1 ഇവിടെ വരുന്നത് y1. Okay, T2 ഇവിടെ വരുന്നത് y2. സോ എനിക്ക് വേണ്ടത് y2 - y1 ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് വരുമ്പോൾ ദിസ് വിൽ ബിക്കം 4
minus 5 divided by x2. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ആണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ തന്നെ എഴുതാം. That is t2 minus t1 എന്ന് തന്നെ എഴുതാം. That is equal to minus 1 divided by t2 ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a high value minus a lower value. That is equal to minus 1 by 1 equals minus 1. അപ്പൊ എന്താ വന്നേക്കുന്നത്? സ്ലോപ്പ് ഈക്വൽസ് -1. അപ്പൊ സ്ലോപ്പ് -1 വരാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സ്ലോപ്പ് -1 വന്നു. ഇനിയിപ്പോ ഞാൻ വെറുതെ ഒരു ലൈൻ ഇട്ട് വയ്ക്കുകയാണ്. ഓക്കെ, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് I'll add a page and draw that. Okay, so നമുക്ക് ഇങ്ങനെ വന്നു. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈനിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ ലൈനിന്റെ സ്ലോപ്പാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലൈനിന്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതാണ് ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് m ഈക്വൽസ് -1 എന്നപ്പുറത്ത് നമുക്ക് കിട്ടി. ഓക്കെ, എങ്ങനെയാ കിട്ടിയത്? ദാറ്റ് ഈസ് y2 minus y1 divided by x2 minus x1. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ that is y2 minus y1 divided by t2 minus t1 അല്ലെ, t2 minus t1. that is നമ്മൾ അപ്പുറത്ത് എഴുതിയ, ഞാൻ ഇതുപോലെ എഴുതിയാണ്, സോറി, 4 minus 5 divided by പിന്നെ എത്രയായിരുന്നു? 3 minus 2 അല്ലേ? that is the previous, yeah, 4 minus 5 by 3 minus 2 എന്നാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, 3 minus 2. so 3 minus 2 എന്ന് എഴുതി. that is -1 divided by 1 എന്നാണ് വന്നത്. ഓക്കെ, ഇനി ഞാൻ വെറുതെ ഒരു ഇത് എഴുതുകയാണ്. നമുക്ക് നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടായിരുന്നല്ലോ, എന്റെ സ്ലോപ്പ് ഈക്വൽസ് m ഈക്വൽസ് 1 എന്ന് പറഞ്ഞത്. അപ്പോ ഇങ്ങനെ വരുന്ന ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പൊസിഷൻ ഒരു ഹൈ വാല്യൂയിലേക്ക് വിത്ത് റെസ്പെക്ട് യു ഒരു ഹയർ വാല്യൂയിലോട്ട് പോവുകയാണെങ്കിൽ, അതാണ് ഈ പച്ച, then m ഈക്വൽസ് +1. അതേ റേറ്റിൽ അത് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ, ഓക്കെ, m ഈക്വൽസ് -1 എന്ന് വരും. സ്ലോപ്പ് ഈക്വൽസ് -1. ഇനി ഇത് നമ്മൾ ഫിസിക്സുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പോകുന്നത്? ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്നത് വെലോസിറ്റി വെക്ടർ ആണോ സ്കെയിലർ ആണോ? വെക്ടർ ആണ്. വെക്ടറിന് എന്തൊക്കെ ഉണ്ടാവും? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഡയറക്ഷൻ ആൻഡ് ഒരു ക്വാളിറ്റി കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ആ ക്വാളിറ്റി? ബേസ് ലോ ഓഫ് വെക്ടർ അഡിഷൻ. ബേസ് ലോസ് ഓഫ് വെക്ടർ അഡിഷൻ. ഓക്കെ, അത് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ദിവസം വളരെ സിമ്പിൾ ആയിട്ടിരുന്ന് പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ വെലോസിറ്റി ഒരു വെക്ടർ ആണ്. അപ്പോ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഓക്കെ, നമ്മുടെ ഗ്രാഫുകളിലെല്ലാം ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രീവിയസ് സ്ലൈഡിൽ പോയിട്ട് നമ്മുടെ മാസ്റ്റർ സ്ലൈഡിൽ വരിക. നമ്മൾ യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയാണ് നിങ്ങൾക്ക് ഇത്രയും നേരം പഠിച്ചതിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ സാധ്യത. അവിടേക്കാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, സോ പ്രീവിയസ്, ഓക്കെ, ഇവിടേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ എത്തുമ്പോ നമുക്ക് പൊസിഷൻ ഉണ്ട്, ഓക്കെ, ടൈം ഉണ്ട്. ഇനി ആർക്കെങ്കിലും വെലോസിറ്റിയുടെ ഫോർമുല ഒന്ന് പറയാമോ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. Okay, let us make it like a change in position. കുറച്ചുകൂടെ change in position by change in time or time interval. Okay, അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എഴുതാൻ പോവുകയാണ്. പൊസിഷനിലുള്ള ചേഞ്ച്, ഇതെന്റെ y2 പൊസിഷൻ, ഇതെന്റെ y1 പൊസിഷൻ. ഓക്കെ, ഇതെന്റെ ടൈം t1, ഇതെന്റെ ടൈം t2. T1 പൊസിഷന് ഞാൻ y1 എന്നും T2 പൊസിഷന് ഞാൻ y2 എന്നും പറഞ്ഞാൽ, ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ ഇതിനെ എനിക്ക് ചേഞ്ച് ഇൻ പൊസിഷൻ എത്ര എന്ന് ഗ്രാഫിൽ നോക്കി പറയുക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ somebody is going to tell me that y2 minus y1.
change in time, you look at the graph and tell me, somebody is going to tell me T2 minus T1. Okay. ഇതെവിടെയെങ്കിലും കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ ഇന്ന്? y2 minus y1 by t2 minus t1, which is equal to delta y by delta t, which is equal to dy by dt എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇതിനെന്താണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക്? സ്ലോപ്പ്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോപ്പാണ്. ഇങ്ങനെ മാത്രം എഴുതി വെച്ചാൽ തെറ്റാണ്. സ്ലോപ്പ് ഓഫ് ഏത് ഗ്രാഫാണ്? പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. നമുക്ക് രണ്ട് കേസുകൾ വന്ന് എം ഈക്വൽസ് +1 എന്നൊരു കേസ് വന്ന് എം ഈക്വൽസ് -1 എന്ന് പറഞ്ഞൊരു കേസും വന്നു. ഓക്കെ, ഞാൻ എം ഈക്വൽസ് -1 ഞാൻ ഇപ്പൊ ഇവിടെ വരച്ച് കാണിക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുന്നതിന് this must go. Okay, so let me do this. ഇങ്ങനെ ഞാൻ വരച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ എം ഈക്വൽസ് -1 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിച്ചത്? വെലോസിറ്റി ഈക്വൽസ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി അല്ലെ? വെലോസിറ്റി ഈസ് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. ആ സ്ലോപ്പ് +1 ആകാം, സ്ലോപ്പ് -1 ആകാം. എന്ന് വെച്ചാൽ velocity can be positive, velocity can be negative. മാത്തമാറ്റിക്സില് ഡിറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ആൻഡ് മൈനസ് വാല്യൂ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പോ വെലോസിറ്റി പോസിറ്റീവ് ആകാം, വെലോസിറ്റി നെഗറ്റീവ് ആകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് പോസിറ്റീവ് ആകുന്നുണ്ട്, നെഗറ്റീവ് ആകുന്നുണ്ട്. അപ്പൊ വെലോസിറ്റി പോസിറ്റീവ് ആകാം, വെലോസിറ്റി നെഗറ്റീവ് ആകാം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഫിസിക്കലി വെലോസിറ്റി പോസിറ്റീവും വെലോസിറ്റി നെഗറ്റീവും ആകുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് എല്ലാം ആരെ വെച്ചിട്ടാണ് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ആൻ ഒബ്സർവർ. ഓക്കെ, ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ട്. ഈ ഒബ്സർവറെ വെച്ചിട്ടാണ് ഇത് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ് ഇങ്ങോട്ട് പോകുന്നതെല്ലാം പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ്. ഇങ്ങോട്ട് വരുന്നതെല്ലാം നെഗറ്റീവ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് സിറ്റുവേഷൻ വീണ്ടും കൊണ്ടുവരാം. ഓക്കെ, ഇതെന്താണ്? ഇത് സ്റ്റേഡിയമാണ്. ഇത് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ല കേട്ടോ, ഇതൊരു സ്റ്റേഡിയമാണ്. സ്റ്റേഡിയത്തിൽ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് കല്ല്. Okay, this is the stone. Okay, this is the stone. Stone, ഈ പയ്യൻ, okay, this boy, if he is moving it away from me, okay, away, moving away, അത് പോസിറ്റീവ് ആണ്. Okay, if തുടക്കത്തിൽ കല്ല് ഇവിടെ ഇരിക്കുന്നു, പയ്യൻ ഇവിടെ നിൽക്കുന്നു, he is pushing it, നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ നെഗറ്റീവ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ദൂരോട്ട് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇൻ ദിസ് കേസ് യു വിൽ സേ ദാറ്റ് ഇവിടെയാണ് ആരോ എന്നോട് ചോദിച്ച ഒരു വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. വെലോസിറ്റി ഈക്വൽസ് 2 m/s. ഇതാണ് എനിക്ക് വീഡിയോ ഡൗട്ട് കിട്ടിയത്. ടുവേഴ്സ് ഈ ഡയറക്ഷൻ നമ്മൾ നോർമലി വി ടേക്ക് ഇറ്റ് ആസ് ഈസ്റ്റ് എന്ന് എടുക്കും, ടുവേഴ്സ് ഈസ്റ്റ്. ഇനി വെലോസിറ്റി ഈക്വൽസ് -2 m/s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ടുവേർഡ്സ് എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഇവിടെ വരുന്ന വേർഡ് എന്തായിരിക്കും? വെസ്റ്റ്. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
with respect to the observer. Okay, അതിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യണം. സ്റ്റേഡിയത്തിന്റെ 0 എന്നൊരു കുട്ടി മാർക്ക് ചെയ്ത് സ്റ്റേഡിയമാണ്. ഓക്കെ, ഞാൻ അഗൈൻ ആൻഡ് അഗൈൻ ടെല്ലിങ് ദിസ് ഇസ് നോട്ട് ദ ഗ്രാഫ്. ഓക്കെ, ദിസ് ഇസ് സ്റ്റേഡിയം. സ്റ്റേഡിയത്തില് ഒരു പയ്യൻ ചോക്ക് വെച്ച് 0 മീറ്റർ, 1 മീറ്റർ, 2 meters, 3 meters എന്നിങ്ങനെ വരച്ചു വെച്ചിട്ട് നിങ്ങൾ വന്ന് ഒബ്സർവർ ആയിട്ട് ഒറിജിനലിൽ നിന്നിട്ട് നോക്കുമ്പോൾ ഉള്ള സിറ്റുവേഷനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംശയമില്ലല്ലോ? ഇത്രയും ഫുള്ളായിട്ട് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. വെൻ യു വാച്ച് ദിസ് വീഡിയോ കപ്പിൾ ഓഫ് ടൈംസ് യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഐദർ ഡ്രോ ഇറ്റ് ഓർ സെൻഡ് ഇറ്റ് ആസ് എ വീഡിയോ മെസ്സേജ് ഓർ വോയിസ് മെസ്സേജ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സെൻഡ് മീ. നമ്മൾ അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇവിടെ എത്തും. ഓക്കെ, സോ ലെറ്റ് us stop it here. I'll send you the notes immediately and your video you will get by tomorrow morning or by around afternoon. Okay, so we are stopping here. എന്തെങ്കിലും സംശയം ഉണ്ടോ? Quickly we will go back to the slides. Okay, we started here. Position, there is a independent variable, there is a dependent variable. Okay, നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ പഠിച്ചു, ഡിപെൻഡന്റ് വേരിയബിൾ പഠിച്ചു. അത് വെച്ച് ടേബിൾ വേണം. Independent variable is on the x-axis, dependent variable is on the y-axis. Okay, പിന്നെ നമ്മൾ വന്നിട്ട് അതിന്റെ കുറച്ച് സിറ്റുവേഷൻസ് എടുത്തു. നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു. കോംപ്ലിക്കേറ്റഡ് dy/dx, simple in a lesser complicated way delta y/delta x, that is y2 minus y1 by x2 minus y1. അപ്പൊ അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇന്റർവൽ എന്ന് പഠിച്ചു, വിച്ച് ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി. അവിടെയാണ് നമ്മൾ തുടങ്ങിയത്. എന്നിട്ട് സ്ലോപ്പ് ക്യാൻ ബി 0, സ്ലോപ്പ് ക്യാൻ ബി 1, സ്ലോപ്പ് ക്യാൻ ബി ഇൻഫിനിറ്റി എന്ന് പഠിച്ചു. എന്നിട്ട് നമ്മൾ പിന്നെ പഠിച്ച സിറ്റുവേഷൻസ്, നമ്മൾ മോഷൻ എ സ്ട്രൈറ്റ് ലൈൻ, അതിനെ ഫിസിക്സിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഗ്രാഫ് വരച്ചു. നമ്മൾ ഇങ്ങനെയൊക്കെ ഗ്രാഫ് ആകാം എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ നമ്മൾ സ്റ്റേഡിയം കൊണ്ടുവന്നു, സ്റ്റോൺ കൊണ്ടുവന്നു. Then this one is motion in a straight line. Stationary object, ദാ ഇവിടെ ഇരിക്കുകയാണ് സ്റ്റേഷനറി ഒബ്ജക്റ്റ്. പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. That can be on the x-axis or slightly away from the x-axis. Okay, depending upon എവിടെയാണോ പൊസിഷൻ എന്നുള്ളത് വെച്ചിട്ട്. Okay, then നമ്മൾ യൂണിഫോം മോഷൻ മീൻസ് യൂണിഫോം വെലോസിറ്റി, അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് നമ്മൾ ഇത്രയും നേരമായും ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പിന്നീട് അതിന്റെ പല സിറ്റുവേഷൻസ് പഠിച്ചു. സ്ലോപ്പ് ആംഗിൾ അനുസരിച്ചാണ് വരുന്നത്. എക്സ് ആക്സിസുമായിട്ട് അത് ഉണ്ടാക്കുന്ന ആംഗിൾ അനുസരിച്ചാണ് വരുന്നത്. If it is 45 degrees, slope is 1. If it is greater than 45 degrees, slope is greater than 1. If it is less than, slope is. എന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഇത് കുറച്ച് ഒറിജിനിൽ നിന്ന് മാറി ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഉള്ള സിറ്റുവേഷൻ പറഞ്ഞു. അതും നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എക്സ് ആക്സിസുമായിട്ടുള്ള സ്ലോപ്പ് മാത്രമേ നിങ്ങൾ നോക്കത്തുള്ളൂ. ഓക്കെ, സോറി, എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ മാത്രമേ നിങ്ങൾ നോക്കത്തുള്ളൂ. ആംഗിൾ വെച്ചിട്ട് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 45, ലൈക്ക് ദിസ് കേസ്, you will say slope is less than 1. If it is greater, you will say slope is greater than 1. Okay, then uniform motion, position times some variations നമ്മൾ പഠിച്ചു. നമ്മൾ മുകളിലോട്ട് മാത്രമല്ല താഴോട്ട് പോയാലും അത് പൊസിഷൻ ടൈം ഗ്രാഫ് ആകുമെന്ന് പഠിച്ചു. ഇനി താഴോട്ട് വന്നാലുള്ള കോംപ്ലിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. സ്ലോപ്പ് നെഗറ്റീവ് ആകും. സ്ലോപ്പ് നെഗറ്റീവ് ആവുന്നത് നമ്മൾ ഫിസിക്കലി നമ്മൾ എങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ വരും. നമ്മൾ ഒബ്സർവറായിട്ട് സ്റ്റേഡിയത്തിന്റെ 0 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നിട്ട്, സപ്പോസ് ദർ ഈസ് എ ബോയ്, ഹി ഈസ് പുഷിങ് എ സ്റ്റോൺ away from you towards, let us take it as east as positive. നമ്മൾ പറയും velocity is positive. If that kid is moving that stone towards you, that is west, then we will say the velocity as negative. Okay, അത് എപ്പോഴും അതുപോലെ ആയിരിക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ, റെഫറൻസ് ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ്, അത്രയും മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വെലോസിറ്റിക്ക് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമ്മൾ ഇവിടെയാണ് പഠിക്കാനിരിക്കുന്നത്. ഓക്കെ, സോ വി വിൽ സ്റ്റോപ്പ് നൗ.